തൃശൂർ പൂരത്തിന്റെ ശോഭ കെടുത്തും വിധം പെരുമാറിയെന്ന പരാതിയിൽ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകൻ, അസിസ്റ്റന്റ് കമ്മീഷണർ സുദർശൻ എന്നിവരെ അടിയന്തരമായി സ്ഥലം മാറ്റാൻ പോലീസ് മേധാവിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി. പെരുമാറ്റച്ചട്ടം നിലവിലുള്ളതിനാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയോടെയാകും സ്ഥലം മാറ്റം നടപ്പാക്കുക. പൂരത്തിനിടെ പോലീസിന്റെ ഭാഗത്തുണ്ടായ വീഴ്ചകളെക്കുറിച്ച് അന്വേഷിച്ച് ഒരാഴ്ചക്കകം റിപ്പോർട്ട് നൽകാനും DGPയോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. പകരം കമ്മീഷണറായി നിയമിക്കാൻ 3 ഉദ്യോഗസ്ഥരുടെ പേര് തിരഞ്ഞെടുപ്പ് കമ്മീഷന് ആഭ്യന്തര വകുപ്പ് കൈമാറി. തിരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന സന്ദർഭത്തിൽ പൂരം അലങ്കോലപ്പെട്ടത് രാഷ്ട്രീയ ചർച്ചയായി. ഇതോടെയാണ് നടപടിക്ക് സർക്കാർ തീരുമാനിച്ചത്. പോലീസിന്റെ നടപടികളിൽ ഉയർന്നു വന്ന പരാതികൾ DGP അന്വേഷിക്കും. പൂരത്തിലുണ്ടായ വീഴ്ച സംബന്ധിച്ച് ഇന്റലിജൻസ് മേധാവി ADGP മനോജ് എബ്രഹാം ആഭ്യന്തര വകുപ്പിന് വിശദമായ റിപ്പോർട്ട് നൽകിയിരുന്നു. തുടർച്ചയായ 2ാം വർഷവും അനാവശ്യ ഇടപെടലുമായി പൂരം നടത്തിപ്പിൽ കമ്മീഷണർ പ്രതിസന്ധി സൃഷ്ടിച്ചതായാണ് ഇന്റലിജൻസ് വിലയിരുത്തൽ. പോലീസിന്റെ പരുക്കൻ ഇടപെടലുകൾ പലവട്ടം വാർത്തയായിട്ടും സർക്കാർ തലത്തിൽ ഇടപെടലുകൾ ഉണ്ടായില്ലെന്നതും ചർച്ചകളിലുണ്ടായിരുന്നു. കമ്മീഷണറെ തിരുത്താൻ സർക്കാർ ഒന്നും ചെയ്യാത്തതും വിവാദമായിരുന്നു. പൂരത്തിനിടെ പോലീസ് കമ്മീഷണർ മോശമായി പെരുമാറുന്നതിന്റെ വീഡിയോകൾ പുറത്തു വന്നിരുന്നു. ഇതെല്ലാം ദേശക്കാർക്കിടയിൽ കമ്മീഷണർക്കെതിരായ വികാരം ശക്തമാക്കി. വടക്കുംനാഥ ക്ഷേത്രത്തിനുള്ളിൽ ഇലഞ്ഞിത്തറ മേളം നടക്കുമ്പോൾ എഴുന്നള്ളിപ്പിന് നിരന്ന ആനകൾക്കു പനംപട്ടയുമായി എത്തിയ ജീവനക്കാർക്കു നേരെ കമ്മീഷണർ ആക്രോശിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഇതിലുണ്ട്. എടുത്തോണ്ട് പോടാ പട്ട എന്നായിരുന്നു കമ്മീഷണറുടെ വെല്ലുവിളി. ആനയ്ക്കു കൊടുക്കാനാ സാറേ എന്ന് ജീവനക്കാർ പറയുന്നത് വീഡിയോയിൽ കേൾക്കാം. ഒന്നും കൊടുക്കേണ്ട എന്നായിരുന്നു മറുപടി. ചുറ്റും കണ്ടുനിന്നവർ കൊടുത്തുവിട് സാറേ, ആന പ്രശ്നമുണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടും അദ്ദേഹം വഴങ്ങിയില്ല. എന്നാൽ അയാളുടെ തലയിൽ വെച്ചു കൊടുക്കുക എന്നും കമ്മീഷണർക്കെതിരെ ജനക്കൂട്ടത്തിൽ നിന്നുള്ള കമന്റും കേൾക്കാം. ഇതിനു പിന്നാലെ സ്പെഷ്യൽ കുടയുമായി എത്തിയവരെയും കമ്മീഷണർ തടഞ്ഞു വെച്ചു. ടെക്നീഷ്യനാണ് എന്ന് വന്നയാൾ പറയുന്നുണ്ടെങ്കിലും ഒരു ടെക്നീഷ്യനും കേറണ്ട എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. തിരുവമ്പാടിയുടെ ശ്രീരാമ കുടയുമായി എത്തിയ ആളിനെയാണ് തടഞ്ഞത്. വടക്കുംനാഥ ക്ഷേത്രത്തിലെ വിളക്കുമാടത്തിൽ ഒഴിക്കാൻ എണ്ണയുമായി എത്തിയയാളെയും ACP തടഞ്ഞു. എണ്ണയുമായി വന്നയാളെ പോലീസുകാർ തടഞ്ഞത് പൂര കമ്മിറ്റിക്കാരിൽ ഒരാൾ ചോദ്യം ചെയ്തു. എന്നാൽ പൂരം കഴിഞ്ഞ് വിളക്ക് വയ്ക്കാമെന്നായിരുന്നു ACPയുടെ മറുപടിയെന്നും കമ്മിറ്റിക്കാർ വ്യക്തമാക്കുന്നുണ്ട്. തൃശൂർ പൂര വിവാദത്തിൽ കമ്മീഷണർ അങ്കിത് അശോകനെതിരെ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം CPMലും ശക്തമായിരുന്നു. ഗുരുതര വീഴ്ചയുണ്ടായെന്നും അതുകൊണ്ട് തന്നെ ഉടൻ തീരുമാനമെടുക്കണമെന്നുമായിരുന്നു ആവശ്യം. പോലീസിന്റെ അനാവശ്യ ഇടപെടൽ വഷളാക്കിയെന്ന് LDF തൃശൂർ ജില്ലാ നേതൃത്വം വിലയിരുത്തിയിരുന്നു. പൂരം വെടിക്കെട്ട് വൈകിയതിന്റെ ഉത്തരവാദിത്തം കമ്മീഷണർക്കാണെന്ന് ദേവസ്വങ്ങളും ആക്ഷേപം ഉന്നയിച്ചിരുന്നു. പോലീസ് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളെ ചൊല്ലി തൃശൂർ പൂരത്തിനിടെ ഉണ്ടായ പ്രതിസന്ധിയെക്കുറിച്ച് ലഭിച്ച പരാതികളിൽ അന്വേഷണം നടത്താൻ DGPക്ക് നിർദ്ദേശം നൽകിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ 2 പരാതികളാണ് എത്തിയതെന്നും ഇതിൽ അന്വേഷണം നടത്താനായി DGPക്ക് കൈമാറിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. വിഷയം ഗൗരവമായി കാണുന്നെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. തൃശൂർ പൂരം സംബന്ധിച്ച് നേരത്തെ 1-2 ഘട്ടങ്ങളിൽ ഇടപെടാൻ തനിക്ക് അവസരം ലഭിച്ചിരുന്നു. അന്ന് തിരഞ്ഞെടുപ്പ് സമയമല്ല. തിരഞ്ഞെടുപ്പ് സമയത്ത് സർക്കാരിന് ഇടപെടുന്നതിന് പരിധിയുണ്ട്. അന്ന് ഇടപെട്ട് നല്ല ഫലമുണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു. തൃശൂരിൽ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി എത്തിയപ്പോൾ ദേവസ്വം ഭാരവാഹികളെ വന്നു കണ്ടിരുന്നു. പൂരദിവസം അവിടെ എത്താൻ ക്ഷണിച്ചിരുന്നു. അന്ന് കോഴിക്കോട് പോകുന്നതിനാൽ വരാൻ പറ്റില്ലെന്നും പറഞ്ഞു. നല്ല രീതിയിലാണ് സർക്കാർ ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുത്തത് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം.